ഒരു പാഴ്സൽ ഉണ്ട്. അതിലൊരു ഒപ്പിട്ടെ. Hello, what can I do for you? Can you love me? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I love you. Hello? Hello? Yes. ലതീഷ, ഇത് ഞാനാ, അനന്തു. ദയവ് ചെയ്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത് പ്ലീസ്. ഓ ജീസസ്, അനന്തന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ലതീഷ അങ്ങനെ പറയരുത്. ഇത് ശരിക്കും ഭ്രാന്താ. അതെ, ഭ്രാന്ത് തന്നെയാ. എനിക്ക് ലതീഷയില്ല ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മരിക്കുന്നതാ നല്ലത്. മരിക്കാം, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ലതീഷ പറയണം. ഓ, അത് സിമ്പിൾ അല്ലേ? കടൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയാ മതി. ചാടാം, പക്ഷേ അപ്പോൾ ലതീഷ എന്നോടൊപ്പം ഉണ്ടാവണം. ഓ ഷുവർ. വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് കളിയല്ല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. 1 2 3. ഒരു ചാൻസ് കൂടെ തരുന്നു. അതിനിടയ്ക്ക് മനസ്സുമാണെങ്കിൽ മാറിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചാടിക്കോളാൻ. I love you. അനന്തു, 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 അനന്തു. അനന്തു, 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 I love you, അനന്തു. അനന്തു, I love you, അനന്തു. അനന്തു, please. അനന്തു, I love you, അനന്തു, please. I love you, അനന്തു. അനന്ത് പൂക്കൾ വെച്ചത് പപ്പയ്ക്ക് ഇഷ്ടമായി കാണില്ല. എനിക്ക് കൂട്ടിന് വേറൊരാളെ പറഞ്ഞു വെച്ചിട്ടല്ലേ പപ്പ പോയത്. ഞാനായിട്ടിപ്പോ ഇങ്ങനെ. അപ്പോ ആ പൂക്കളും ഈ കൂട്ടും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇഷ്ടായി, നേരായിട്ടും ഇഷ്ടായി. 1000 വട്ടം.
ഡിസംബറും മഞ്ഞും വരുമ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തെക്കുറിച്ച് ഓർക്കും. എന്നും പാട്ടും പാർട്ടിയുമുള്ള ഞങ്ങളുടെ കോട്ടേജിനെ കുറിച്ച്. അന്ന് പപ്പ ഊട്ടിയിലായിരുന്നു. തൂമഞ്ഞിന്റെ തിരശ്ശീലകൾക്കിടയിൽ ഒരു ചെറിയ കോട്ടേജ്. കോട്ടേജിന് ചുറ്റും നിറയെ സൂര്യകാന്തി പൂക്കൾ. പപ്പയ്ക്കെന്നും സൂര്യകാന്തി പൂക്കൾ വലിയ ഇഷ്ടമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ പപ്പ എന്നെ വിളിച്ചിരുന്ന ഓമന പേര് എന്താണെന്നറിയാമോ? ക്വീൻ ഓഫ് ദി ഫ്ലവർ. പപ്പ എന്നാണ് മരിച്ചത്? ഞാൻ 9th പഠിക്കുമ്പോൾ. പിന്നീടുള്ള നാളുകൾ ഏറ്റവും വയ്യാത്തൊരു ഭാരമാണ് അനന്തു എന്റെ ചിറകിൽ. അനന്തു എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എന്നെ ഫോളോ ചെയ്തപ്പോഴും അപ്പോഴൊക്കെ എനിക്ക് അനന്തുവിന് ജീവനായിരുന്നു. നേരായിട്ടും. ബട്ട് എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. വീട്ടിയാൽ തീരാത്ത കടം, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നൊരു ജോലി, ഒരിക്കലും സുബോധമില്ലാത്ത മമ്മി. എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. എനിക്ക് എന്ന് പറയരുത്, നമുക്ക്. വീട് വെക്കാൻ വേണ്ടി പപ്പ ഫ്രാങ്കിയോട് കുറച്ച് പണം വാങ്ങി. കടം വീട്ടിൽ തീരും മുമ്പ് പപ്പ മരിച്ചു. മരിക്കും മുമ്പേ പപ്പ തീരുമാനിച്ചതാണ് എന്നെ ഫ്രാങ്കിയെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കണമെന്ന്. നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ പപ്പയുടെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റിപ്പോയി. ലതീഷ, ഒന്ന് കരുതിക്കോളൂ. നീ എനിക്കുള്ളതാണ്. കടങ്ങൾ നമുക്ക് എങ്ങനെ തീർക്കാം? ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. മതി. ലതീഷ, ആ ചായ എടുത്തു കുടിക്ക്. അപ്പൻ എന്തോ നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങ് അപ്പം വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചില്ല. ഒന്നുമില്ല. അവര് ഒന്നുമില്ലേ. പൈസ തരാന്നല്ലേ പറഞ്ഞു. എന്താ മുരളി കാര്യം? വാട്ട് ഈസ് ദി പ്രോബ്ലം? ഒന്നുമില്ല സാർ. ഒന്നുമില്ല. എന്റെ ഒരു സ്ത്രീ ശബ്ദം കയറി പിടിക്കോ? സാർ, ഇതൊരു കടവടപാടിന്റെ പ്രശ്നമാണ്. കടം വാങ്ങിച്ചാ കൊടുക്കണ്ടേ മുരളി? മോശല്ലേ? അയ്യേ. എത്ര തരാനുള്ളത് പെങ്ങളെ? 300 രൂപ. അയ്യോ സാറേ, താനൊന്നും പറയണ്ട. പണം ഞാൻ തരാം. ഓഫീസിൽ വന്നാ മതി. പോയിക്കോ.